RSSും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ അന്തർധാരയുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. RSSുമായുള്ള ചർച്ചയുടെ നേട്ടമെന്തെന്ന് ജമാഅത്തെ ഇസ്ലാമി വ്യക്തമാക്കണം. ഇസ്ലാമോഫോബിയ എന്ന പദം ഉപയോഗിച്ച് വർഗീയത മറയ്ക്കാനുള്ള ശ്രമമാണ് ജമാഅത്തെ നടത്തുന്നതെന്നും ഗോവിന്ദൻ ആരോപിച്ചു. അതേസമയം വെൽഫെയർ കോൺഗ്രസ് ലീഗ് ത്രയമാണ് ചർച്ചയ്ക്ക് പിന്നിലെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. വിവരങ്ങളുമായി ഭദ്ര ചേരുന്നു. ഭദ്ര, RSSും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ അന്തർധാരയുണ്ട് എന്നാണ് CPM വ്യക്തമാക്കുന്നത്. എന്താണ് ഈ കൂട്ടുകെട്ടിൽ എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉയരുന്നു? വിജി, ഇന്നലെയാണ് ജാഥ നടത്തിയത്. ആ ജാഥയുടെ ഒരു ആകെ തുക എന്ന കണക്കിലാണ് ഇപ്പോൾ MV ഗോവിന്ദന്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നത്. ഇതിലാണ് ജമാഅത്തെ ഇസ്ലാമിയും RSSും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇവർ തമ്മിലൊരു അന്തർധാര സജീവമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, RSSുമായുള്ള ചർച്ചയുടെ നേട്ടം എന്താണെന്ന് ജമാഅത്തെ ഇസ്ലാമി വ്യക്തമാക്കണം എന്നുകൂടി അദ്ദേഹം ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത്തരമൊരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് RSS ജമാഅത്തെ ഇസ്ലാമി ചർച്ചയ്ക്കെതിരെയാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശശുദ്ധി എന്താണെന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമി വ്യക്തമാക്കണം എന്നായിരുന്നു. ഈ RSSുമായി ഒരു സംവാദം വേണമെന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആ ഒരു ന്യായീകരണം അതിനെ പരിഹസിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അതായത് സംഭാഷണങ്ങളിലൂടെ നവീകരിക്കാൻ കഴിയുന്ന സംഘടനയാണ് RSS എന്ന് പറയുമ്പോൾ ഇത് പുള്ളിപ്പുലിയെ കുളിപ്പിച്ച് പുള്ളിമാനാക്കുന്ന ഒരു രീതിയാണ് എന്നായിരുന്നു അദ്ദേഹം പരിഹസിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ MV ഗോവിന്ദനും രംഗത്ത് വന്നിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസും ഈ ഒരു ബന്ധത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് RSS ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ മൗനം പാലിക്കുകയാണ് UDF എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുള്ളത്. ലീഗും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള നേതാക്കൾ ഈ കാര്യത്തിൽ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അവർ ഇതിനെ കുടപിടിക്കുന്ന ഒരു സമീപനമാണ് നടത്തുന്നത് എന്നാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. എന്തായാലും ഈ RSS ജമാഅത്തെ ഇസ്ലാമി ബന്ധം അത് എടുത്തു കാണിച്ചുകൊണ്ട് കൂടുതൽ പ്രതിരോധ ജാഥയിൽ ആ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് CPM. അതായത് ഈ ജാഥയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുമ്പോൾ തന്നെ അത് RSSന്റെ വർഗീയതയ്ക്കെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ഒരു ജാഥ എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ RSSുമായുള്ള ഈ കൂട്ടുകെട്ടിനെ അവർ എത്രയധികം എടുത്തു കാണിക്കുന്നത്. മാത്രമല്ല, MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിനിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയുണ്ടായി. അതായത് രാജ്യത്താകമാനം നോക്കുകയാണെങ്കിൽ RSSന്റെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെല്ലാം തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ MV ഗോവിന്ദൻ എടുത്തു പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമി ആ ഒരു ചർച്ചയുടെ ഉദ്ദേശം എന്താണ്, ആ ചർച്ചയിലൂടെ എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രിക്ക് ഇസ്ലാമോഫോബിയ ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കും വഴിവെച്ചിരിക്കുന്നത്. ഫിജി, ശരി, MV ഗോവിന്ദന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. RSSും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ അന്തർധാരയുണ്ട് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ അഭിപ്രായം. കേരള രാഷ്ട്രീയം മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇവർ തമ്മിലുള്ള പരസ്പര ബന്ധം, ഒരു അന്തർധാര. ആർക്കറിയാത്തത്? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ട് അതല്ലേ കൈകാര്യം ചെയ്തത്. അതൊക്കെ എല്ലാവർക്കും അറിയാം. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സമീപകാല പശ്ചാത്തലത്തിലല്ലേ ഈ സംഭാഷണം. അതിനല്ലേ അതിനപ്പുറം വേറെ എന്താ വേണ്ടേ? ആ സംഭാഷണത്തിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് കേരളത്തിൽ വളരെ പകരം വിളിച്ച പോലെ വ്യക്തരെ. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയട്ടെ, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയട്ടെ. അത് ഞങ്ങളെന്തിനാ ഉത്തരം പറയേണ്ട കാര്യം? അത് നിങ്ങൾ അവരോട് ചോദിക്കേണ്ടതാണ്. എല്ലാം ഉണ്ട്, എല്ലാ അടിസ്ഥാനത്തിലുള്ള ധാരണയുണ്ട്. അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് RSSനോട് CPMന് യോജിക്കാൻ കഴിയുന്ന ഏത് സ്ഥലമാണ് നിങ്ങൾ കാണുന്നത്? ഈ ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള ആശയ അടിത്തറയിട്ട ഹിന്ദു വർഗീയവാദ പ്രസ്ഥാനമല്ലേ ഇതെല്ലാം? പിന്നെ ഞങ്ങൾക്ക് അവരോടുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്ന ഏതെങ്കിലും കോണുണ്ടോ? അതുകൊണ്ടല്ലേ ജമാഅത്തെ ഇസ്ലാമിനെ ഞങ്ങൾ ശക്തിയായിട്ട് എതിർത്തത്. RSSുമായിട്ട് നിങ്ങൾക്ക് എന്തടിസ്ഥാനത്തിലുള്ള ചർച്ചയാണ് നടത്തുന്നത്? ഏത് കോണാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത്?